ഇതാണോ നാൻസിയുടെ വീട്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മാത്രം സേഫ് അല്ല. ഒന്നിലധികം വാതിലുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാൻസി മോൾക്ക് ഈ ബംഗ്ലാവാ ഇഷ്ടം. കണ്ണാടി മാള ഇതുപോലെ രണ്ടെണ്ണം വേറെ ഉണ്ട്, അവിടെ പോവില്ല. നീ വന്നാ പറയട്ടെ. ഡാഡിയുടെ ആത്മാവിട്ടുണ്ടെന്നാണ് മോളുടെ വിശ്വാസം. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. മാനേജൊന്നും ആവണ്ട, തല്ലുള്ളൂ. എന്താ? അല്ല, ബോഡി ഗാർഡ് ആയാൽ മതി എന്ന് പറയായിരുന്നു. കഷ്ടം. ഇവരാരാ? ബോബനും മോളിയും പോലെ രണ്ടെണ്ണം. ചന്ദ്രലേഖ എന്റെ ഡാൻസ് ടീച്ചറാ. മറ്റേ ടീച്ചറുടെ സഹോദരൻ ഭീമൻ. ഭീമനായാലും ശരി, ഘടോൽക്കനായാലും ശരി, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് മസ്റ്റ് ആണ്. ബെൽറ്റ് ബോംബുണ്ടെന്നുള്ള ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പ്. വസ്തുക്കളാണ്. എന്താണ് തന്റെ കയ്യിലുള്ളത്? സത്യം പറ. എന്റെ പെങ്ങളെ തൊട്ട് കളിക്കരുത്. അതെ, ഇനി മുതൽ എല്ലാം എന്റെ കർശനമായ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ആരും പ്രതികരിക്കണ്ട. അതൊരു കമാൻഡോയുടെ ഡ്യൂട്ടിയാണ്. മിടുക്കനാ, കൊള്ളാം. അപ്പോയിന്റ് ചെയ്തത് നന്നായി. അച്ചോങ്കിൽ ചാർലിക്ക് ഔട്ട് ഹൗസ് എന്ന് കാണിച്ചു കൊടുക്ക. ഹലോ. കൈ കൈ ചേട്ടാ, ഈ ചെക്കിംഗ് ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ബി കെയർഫുൾ. ഓക്കെ, ലേഖേ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് വേണ്ട. ഓക്കെ. അനിയത്തി പ്രാവേ, അവന്റെ നിഴൽ നിന്റെ ദേഹത്തെങ്ങാനും പതിച്ചോ? പതിച്ചിരുന്നെങ്കിൽ മറ്റൊരു കുരുക്ഷേത്ര യുദ്ധം ഇവിടെ ആരംഭിച്ചേരെ. ഹലോ, പോകല്ലേ, ചായ കുടിച്ചിട്ട് പോകാൻ. ആരോ എനിക്ക് ചായ തരാന്ന് പറഞ്ഞല്ല. മോളെ, മോളെന്താ ഇത്ര വൈകിയത്? അങ്കിൾ, വരുന്ന വഴിക്ക് കുറെ റൗഡികൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു. എന്നിട്ട് ഭാഗ്യത്തിന് ഒരാൾ വന്നെന്നെ രക്ഷിച്ചു. മൈ ഗോഡ്. അപ്പൊ എന്റെ തീരുമാനം എത്ര കറക്റ്റാ? എന്താ അങ്കിൾ? ചാപ്ലിൻ, മോളെ, ഇന്നു മുതൽ നീ എവിടെ പോയാലും മിസ്റ്റർ ചാപ്ലിൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഇയാളോ? ഇങ്ങനെ ചുവന്ന പഴം പോലെ ഇരിക്കുന്നു വിചാരിക്കണ്ട. കളരി, കറാട്ടെ, കുംഫു എന്നിവയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേടിയിട്ടുള്ള ആളാണ്. സോറി അങ്കിൾ, ഞാൻ ഇപ്പൊ തന്നെ ഒരു ബോഡി ഗാർഡിനെ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നോ പ്രോബ്ലം. രണ്ടുപേരുള്ളത് എപ്പോഴും നല്ലതാണ്. ഒരാൾ ഇടതും ഒരാൾ വലതും. അത് വേണോ അങ്കിൾ? വേണം. അതെല്ലാം അങ്കിൾ മാനേജ് ചെയ്തോളാം. മോളിൽ നിന്ന് ഫ്രഷ് ആവും. ചെല്ലേ. വന്നവൻ നമുക്ക് പാരയാകും സാർ. അതൊന്നും നീ നോക്കണ്ട. യു ഡു യുവർ ഡ്യൂട്ടി. ഓക്കെ, ഏറ്റു. വരൂ, ഔട്ട് ഹൗസ് കാണിച്ചു തരാം. ഓക്കെ സാർ. ഇത് ഔട്ട് ഹൗസ് അല്ല, ഔട്ടായ ഹൗസാണ്. അയ്യോ, ഏത് സമയത്ത് ഉത്തരം ഉച്ചി വീണ് ഞാൻ ഔട്ടാവും. എന്റെ ദൈവമേ. ഹലോ മിസ്റ്റർ ബോഡി ഗാർഡ്. ചന്ദ്രൻ, നീ ഇവിടെ എത്തിയോ? സാഹചര്യം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. നീ എങ്ങനെ വന്നു? സാഹചര്യങ്ങൾ എന്നെയും ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാൻ ഇന്നു മുതൽ എന്റെ ഒരു പുതിയ ജീവിതത്തിന് ഇവിടെ തുടക്കം കുറിക്കുക. ഞാനും. ഏത് വേഷത്തിലാണാവോ? ഞാൻ മാഡത്തിന്റെ ബോഡി ഗാർഡാണ്. ബോഡി ഗാർഡോ? ഞാൻ ആ മാഡത്തിന്റെ ബോഡി ഗാർഡ്. അത് ഞാൻ ഇല്ലാത്തപ്പോ നീ വർക്ക് ചെയ്താൽ മതി. ആരില്ലാത്തപ്പോ ആര് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതേ നേരിട്ടുള്ള നിയമനമാണ്. ചന്ദ്ര സൂര്യ ചന്ദ്രനല്ല, ചാപ്ലിൻ. ചന്ദ്ര സൂര്യനല്ല, ചാർലി. ചാർലി ചാപ്ലിൻ. അങ്ങനെ ഒന്നിപ്പിക്കണ്ട, രണ്ടായിട്ട് തന്നെ നിന്നാ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏത് ഷെയറും പോകും, നിന്റെ ഡൽക്കോയും പൊളിയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനവന്റെ ജോലി ചെയ്താൽ മതി. പരസ്പരം പാരപണിയരുത്. പണിതാൽ നീയും സീറോ, ഞാനും സീറോ. പണിതില്ലെങ്കിൽ നീയും ഹീറോ, ഞാനും ഹീറോ. ഓക്കെ, കഴിഞ്ഞതൊക്കെ നമുക്കിവിടെ മറക്കാം.